ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് നാടൻ കറികൾ ഇഷ്ടമാണോ? എങ്കിൽ ഈ തനി നാടൻ അവിയൽ റെസിപ്പി നിങ്ങൾക്കുള്ളതാണ്. തേങ്ങയും പച്ചക്കറികളും എല്ലാം ചേർത്ത് കൊതിയൂറുന്ന രീതിയിൽ കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അവിയൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഞാൻ കുറച്ചേറെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്, സാമ്പാറിൻ്റെയും ഒക്കെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കാണുക. വലിച്ചു നീട്ടാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ചേനയും കായും കുമ്പളങ്ങ, വഴുതനങ്ങ എല്ലാം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സവാളയും 2 പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് മുരിങ്ങക്കോല് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഗ്യാസിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. വേവിക്കാൻ വേണ്ടി വെക്കുവാണ്. എന്തുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കംപ്ലീറ്റായിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ പച്ചക്കറികളിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി ചുവന്നുള്ളി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ ഒരു പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. ഞാനിവിടെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കുന്നുണ്ട്. എനിക്ക് അരപ്പത്തി കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അരച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ചതയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ ചതച്ചെടുക്കുക. ഇതവിടെ മാറിയിരിക്കട്ടെ. നമുക്ക് നമ്മുടെ പച്ചക്കറി എന്തായാലും നോക്കാം. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തോ നോക്കാം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. പച്ചക്കറി നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ അവിയലിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എനിക്ക് ചേനയും കായും ഒക്കെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് വേവാൻ ടൈം എടുക്കും. നിങ്ങൾ നോക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങൾ കുറ്റി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാമായിരിക്കുമല്ലോ വെന്തിട്ടുണ്ടോ. അല്ലെങ്കിൽ ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കുക വെന്തിട്ടുണ്ടോ എന്നൊക്കെ. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. ഒരു 1/4 വേവായാൽ നമുക്ക് അരപ്പിടാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കിടന്ന് വെന്തോളും. മുരിങ്ങക്കോലും ഉള്ളതുകൊണ്ട് അതും വേണമല്ലോ. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അരപ്പിൻ്റെ കൂടെയാണ് ഞാൻ കരിവേപ്പില ഇടുന്നത്. ആദ്യം ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പിൻ്റെ കൂടെ കരിവേപ്പില എടുത്തിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു കേട്ടോ. അരപ്പ് എല്ലായിടത്തും ഒന്ന് പിടിച്ചിട്ട് ഞാനിത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡുകളിലും നമ്മുടെ ഈ അരപ്പൊന്ന് എത്തട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഇപ്പം തന്നെ നമുക്ക് കാണാം ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇത് അടി പിടിക്കത്തൊന്നുമില്ല. നമുക്ക് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളത് കൊടുത്ത് പേടിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ഇതിനകത്തോട്ടൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ആൾ, ഞാനൊരു ചെറു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളി കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. വാളംപുളിയാണ്. ആ പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഈ തേങ്ങയുടെ അരപ്പിലും നമ്മുടെ ഈ പുളിവെള്ളത്തിലും കൂടെ ചേർന്ന് കിടന്ന് ഈ കഷ്ണങ്ങളൊന്ന് വേവണം കേട്ടോ. നന്നായിട്ട് ബാക്കി വേവാനുള്ളതും കൂടെ ഒന്ന് വേവുമ്പോൾ എൻ്റെ പൊന്ന് സാറേ ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ടേസ്റ്റാണ് ഈ പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ്. നിങ്ങൾക്ക് പുളി കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് തക്കാളി കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഒരു തക്കാളിയും കുറച്ച് പുളിയും കൂടി ഇടുമ്പം വേറൊരു ടേസ്റ്റാണ്. എൻ്റെ കുറച്ചുകൂടെ വേവാനുണ്ടെന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പച്ചക്കറി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ അവിയലിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കണേ. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വിളമ്പുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒഴിച്ച വെളിച്ചെണ്ണ മുകളിൽ മാത്രമായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ കഷ്ണങ്ങളിലൂടെ ആ വെളിച്ചെണ്ണയുടെ മണം കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ തനി നാടൻ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സദ്യക്കൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള അവിയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറന്നുപോയാൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. ഒരു 1.5 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഈ സപ്പോർട്ട് മുന്നോട്ടും കാണണം. അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.